ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടുക്കാച്ചി ചലഞ്ച് ആയിട്ടാണ് വന്നത്. ചലഞ്ചിന്റെ പേര് കളറിംഗ് ചലഞ്ച്, ഡ്രോയിങ് ചലഞ്ച്. കാരണം നമ്മൾ ചെയ്തത് കളറിംഗ് ചലഞ്ച് ആണ്. ഇപ്രാവശ്യം ഡ്രോയിങ്ങും ഉണ്ട്, കളറിങ്ങും ഉണ്ട്. അപ്പൊ ടോട്ടല് 3 റൗണ്ട് ആയിക്കിട്ടുണ്ടാവല്. അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യണം കേട്ടോ. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിലത്തെ പിക്ചർ വന്നത്. ഈ ഒരു കിളിയാണ്, ബേർഡ്. ഈ ഒരു കിളിയാട്ടോ. ഞാൻ തുടങ്ങി കേട്ടോ. നീ ഉണ്ട് നോക്കണ്ട കേട്ടോ. അത് നോക്കണം. കളറിംഗ് ചലഞ്ച് കണ്ടിട്ടുണ്ടോ ജയിക്കുന്നത്? ഞാനാണ് എല്ലാ റൗണ്ടിലും ജയിച്ചത്. കുറച്ച് ആൾക്കാർക്കൊക്കെ എന്റെ കഷ്ടപ്പെട്ട. ഞാൻ തലട്ടോക്കും. ഞാൻ എന്ത് വേണമെങ്കിലും നോക്കിയതാ. എന്റെ പേപ്പറിലൊക്കെ നോക്കണേ. എന്റെ ഇതിലേക്ക് ആര് നോക്കി എപ്പം നോക്കി എന്തിനാണ് എന്താ പ്രിന്റ് എടുക്കണം? തടിച്ചു കൊണ്ടുപോയ സാധനം. ഓളിങ്ങനെ ആണെങ്കിൽ പക്ഷി ഇങ്ങനെ ഗൈസ്. എന്റെ പക്ഷി ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഔട്ട്ലൈൻ എന്റെ ഗുണ്ടുമണി മൂന്നാല് കുട്ടികൾ വരെ ഉണ്ട്. ഞാൻ ഈ ഒരു ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ടാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കേട്ടോ. ഇപ്പോഴാണിത് വരച്ചത്. ഇതൊരു സെയിം ആയില്ലേ? അതെന്താ എലിക്കുട്ടിയോ? അയ്യോ 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 ചിരിക്കാൻ വയ്യ. ഇത് കുറച്ച് തടിച്ചിട്ടുള്ള. ഇനി നമുക്ക് എനിക്ക് ലീവ്സ് കഴിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ലീവ്സ് ആദ്യം. ഓ ഗൈസ്, നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഇതിൽ ഞാൻ ശ്രദ്ധിച്ചു. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയാടേ? ഓക്കെ, കഴിഞ്ഞിട്ടോ? മതിയേ ഗൈസ്. ഇന്റെ കാണിച്ചിട്ടും ഇതാണ് ക്യൂട്ടായിട്ടുള്ള പിക്ചറിലുള്ളതാണ്. പിക്ചറിലുള്ളത് ഇതാണ്. ഞാൻ വരച്ചത് ഇതാണ്. രസമുണ്ടല്ലോ അല്ലേ? രസമുണ്ട്. ഇതൊരു വെറൈറ്റി താഴത്ത് ഇറങ്ങാത്ത കിളിയാണ് കഴിച്ചത്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ വന്നത് ഒരു മഷ്റൂം ഹൗസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ സണ്ണുണ്ട്, കൊറേ ക്ലൗഡ് ഉണ്ട്, ചെടികളുണ്ട്, വലിയൊരു ഒച്ചുണ്ട്, വലിയൊരു വീടുണ്ട്. അതായത് നമുക്ക് സണ്ണ് വരയ്ക്കാട്ടോ. ഞാൻ സണ്ണ് വരച്ചേനി. ഞാൻ ഇപ്പൊ രണ്ടാമത്തെ മേഘം വരയ്ക്കുന്നുണ്ട്. പരന്ന സണ്ണല്ലേ? സണ്ണ് ഇങ്ങനെ വിസില് വിളിക്കാൻ ഇരിക്കാറില്ല. ഞാൻ എന്റെ സണ്ണിനൊരു ബ്ലഷ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. 2-3 മേഘം വെച്ചിട്ടുണ്ട്. ആകെ 3 മേഘം അവിടെ ഉള്ളൂ. 3 മേഘം ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മഷ്റൂം വയ്ക്കാതെ നമുക്ക് അതിന് നോക്കി കൊടുക്കാം.
നമ്മൾ നോക്കിക്കണ്ടൊക്കെ വരയ്ക്കണം. ഞാനിത് ഇങ്ങനെ സിമ്പിളായിട്ട് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ ആ ജനാലിൻ്റെ പണിയാട്ടോ ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി വരച്ചു കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് റെഡി. കളർ കൊടുക്കണ്ടേ? ഔട്ട്ലൈനും കളറും കൂടെ വരും. ഗൈസ് ഞാനിതാ വരച്ചു ഇവിടെ വരായിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. മഷ്റൂമിന് റെഡ് കൊടുക്കാം. കോപ്പയിടും. ഈ കൊടുക്കാൻ പറ്റും കളർ തമ്മിൽ. ഞാൻ പിന്നെ മഷ്റൂമിന് ഏത് കളർ കൊടുക്കാം? നീ റെഡ് കൊടുത്തോ കുഴപ്പമില്ല. അടുത്ത റൗണ്ട് ഇത് സിമ്പിളാ അല്ലേ? ഈ റൗണ്ട് വേഗം വരച്ചതിന് കളർ കൊടുക്കാനുള്ളൂ. അങ്ങനെ എൻ്റെ വീട് റെഡിയായി. ഇവിടെ ഒരു ചെടിക്ക് ഒരു ഇട്ട് കൊടുത്തിട്ട് എനിക്കിത് കാണുമ്പോൾ പ്ലം പോലെ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്ലമ്മാണ്. എല്ലാ ശരിക്കും ഞാൻ മുമ്പ് ഞാൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ കുറച്ച് പ്ലമ്മിന്റെ വരും. അതുകൊണ്ട് ഞാൻ ഈ ലീഫിന്റെ മുകളിൽ ഡാർക്ക് ഗ്രീൻ ആയിട്ട് കൊടുക്കുന്നു. ഫിനിഷ് എനിക്ക് ഇത് കാണുമ്പോ പെട്ടെന്ന് ക്രിസ്മസിന്റെ തീം ഓർമ്മ വരുന്നത്. ഈ ഒരു പ്ലമ്മ അല്ല, ഇത് വേറെ തോന്നുന്നുണ്ട്. കണ്ടിട്ട് പ്ലം ആയി. അതുകൊണ്ട് എനിക്കിത് ക്രിസ്മസ് തീം തോന്നുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് ഡോറിന് ഇന്റെ പോലെ കാപ്പടിക്കാം. നമുക്ക് പച്ച കാപ്പടി വാസന ഇതിന്റെ മഞ്ഞപ്പ് നല്ല വരുന്നുണ്ട് കേട്ടോ. ഓളെ ഞാൻ ഇവിടെ പൊത്തിച്ച് ഇവിടെ ഞാൻ ഞാൻ ചെയ്താലോ? ഞാൻ ഞാനേ ഓൾ കാണാൻ പൊത്തി വെച്ച് ഇവിടെ എല്ലോ കാണിച്ചു. അത് പറയാൻ വേണ്ടി ഓളയിലേക്ക് നോക്കിയപ്പോ ഓളയിലും സെയിം യെല്ലോ കൊടുത്ത് വെച്ചിരിക്കണ്. പിച്ച് 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 സെയിം പിച്ച്. ഇന്റത് ഇതാണ്. ഇത് ഇന്റത്, ഇത് ഇഞ്ചന്റേതാണ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മൾ ലാസ്റ്റ് റൗണ്ട് പിക്ക് കേട്ടോ. ഇതൊരു സിമ്പിൾ ആണ് തോന്നുന്നുണ്ട്. ഇതൊരു ജ്യൂസ് ഗ്ലാസ് ആട്ടോ. അപ്പൊ ഗൈസ് നേരെ നമുക്ക് വരയ്ക്കാം. അത് പറ്റില്ല. ഞാൻ ഇതമ്മ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഔട്ട്ലൈൻ കൊടുക്കാം. ബ്ലാക്ക് കൊണ്ടാട്ടോ ഔട്ട്ലൈൻ.
ബ്ലഷ് ഇട്ടെടുത്ത് ചെറുതായിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്, ഔട്ട്ലൈൻ കൊടുത്തായിട്ട്. അപ്പോൾ തീനോൾ ചെയ്ത് എന്റെ പ്രശ്നമാണ് അല്ല, എന്റെ പ്രശ്നം അല്ല. യെസ് ഗൈസ്, ഗൈസ് നമുക്ക് കറക്റ്റ് പ്രിന്റ് എടുത്തായിരുന്നേ. അതിനെക്കാട് പെർഫെക്റ്റ് ആയി തോന്നിച്ചു. എന്തിനാണ് ഞാനപ്പോൾ ഇവിടെ പിങ്ക് കൊടുത്തേക്കാണ്. ഞാൻ ബ്ലഷ് ഇടാൻ പോകാട്ടോ. ഞാനല്ല, ഗ്ലാസ് ബ്ലഷ് ഗ്ലാസ് കോപ്പടി 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 ബ്ലഷ് കൊടുക്കാൻ പോകാം. കോപ്പടി അതല്ലേ? കോപ്പടി 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 കോപ്പടി. ഞാൻ ചിന്ന ബ്ലഷ് ഇട്ടെടുത്തിട്ട് കുറച്ചും കൂടി ക്യൂട്ടായി. ഇനി നമുക്ക് സ്കെച്ച് കൊണ്ട് ഇവിടെ ഒരു പിങ്ക് കൊടുക്കാം കേട്ടോ. പഠിച്ചാണ് ഇത്, ഇങ്ങനെയും ഉണ്ടാവോ കോപ്പടികൾ? ഇവിടെ നമ്മൾ പകുതി ഒരു സ്കെച്ച് കൊണ്ട് ചെയ്ത് അടിയിൽ കളർ കൊണ്ടും ചെയ്തു. ഇതിന് ഞാൻ കൊടുക്കാൻ വിചാരിച്ചു കളർ തന്നെയാണ് ബ്ലഷ് ഞാൻ കൊടുത്തത്. കണ്ടോ, ഞാൻ അടുത്ത കൊടുക്കാൻ പോണ കളർ എന്താ? ബ്ലൂവാ? ബ്ലൂ കൊടുത്തോ? ബ്ലൂ കൊടുത്തോ? ഞാൻ പൂവെന്നാണല്ലോ കൊടുക്കാൻ വിചാരിച്ചേ. ഗൈസ്, ഞാനിവിടെ ഗ്രീനും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ബ്ലൂ കൊടുക്കാട്ടോ. ഞാനിവിടെ ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ എനിക്ക് വലിയ ലൈക്ക് ആയില്ല കേട്ടോ ഗൈസ്. ഞാൻ അങ്ങനെ ലെയർ കൊടുത്ത് കഴിയാറായി ഗൈസ്. ഞാനിവിടെ ഞാൻ ഇവിടെയും റെഡ് തന്നെ കൊടുത്തിട്ടോ. അതിന്റെ ബാക്കിയായത് തോന്നി. ഞാൻ ഇവിടെ ലൈറ്റ് പിങ്ക് ആട്ടോ കൊടുത്തിട്ട്. ഇതിപ്പോൾ ഇതെങ്ങനെ ആട്ടോ ഉള്ളത്? അംബർല, ചെറി, അടുത്ത ഞാൻ ചെറിയ വിറ്റായത് ചെറിയ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് എൻ്റെ ഫൈനൽ. എനിക്കിത് വലിയ ഇഷ്ടം. എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഈ ഗ്രീന് കൊടുത്തത്, പിന്നെ റെഡ് ഇവിടെ ആയിപ്പോയി. ഇത് രണ്ടും ഞാൻ വെച്ച സെയിം ആണ്. പക്ഷെ കളർ കോമ്പിനേഷൻ എനിക്ക് വലിയ ലൈക്കായില്ല കേട്ടോ. പിങ്ക് അടിയത്തെ പിങ്കും ബ്ലൂവും ഓക്കെ, പക്ഷെ മുകളിലേക്കുള്ള ഇഷ്ടമായി. അടിയത്തൊക്കെ എൻ്റെ കോപ്പി അടിച്ചാണ്. ഇതാണ് ഇൻ്റെത്. ഗൈസ്, നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ ബേർഡ് ചെയ്യണം. അപ്പം ഇത് യെല്ലോ ഇത് ഇൻ്റെതാണ്. ഈ പച്ചയും മഞ്ഞുള്ളത് ഇൻ്റെത്. ഇതാണ് കേട്ടോ. ഇതില് നിങ്ങൾക്ക് ആരുതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണേ. പിന്നെ സെക്കൻഡ് റൗണ്ടില് ഈ ഒരു മഷ്റൂമിന്റെ വീട് കേട്ടോ. ഇതില് ഇത് ഇൻ്റെത്, ഇത് ഇൻ്റെത്. അതെ, ഇതിൽ നിങ്ങൾക്ക് ആരാ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണേ. തേർഡ് റൗണ്ടിൽ ഇത് നമ്മളെ പിക്ചർ, ഒരു ഗ്ലാസ് ജ്യൂസ്. പിന്നെ ഇത് ഇൻ്റെത്, ഇൻസെൻ്റെത്, ഇത് റിസെൻ്റെത്. നിങ്ങൾക്ക് ഇതില് ആരാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങളൊന്ന് കമന്റ് 1 2 3 പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യണേ. ബൈ.